നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകാവസാനം അതിനെ നാം പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് സംഭവിക്കുമോ? അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതോ ലോകം ഇങ്ങനെ എന്നും തന്നെ നിലനിന്ന് പോകുമോ? ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പല സമയങ്ങളിലായി നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ പുരാണത്തിലടക്കം പറയുന്നത് ഒരു ബ്രഹ്മായുസ് കഴിയുമ്പോൾ സർവനാശം സംഭവിച്ച് അടുത്ത ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തിയോടെ വീണ്ടും ഒരു തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കും ലോകത്ത് സംഭവിക്കുക. പെട്ടെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും അത്ര ചെറിയ കാലയളവോ ചെറിയ സംഭവങ്ങളോ അല്ല. ഭൂമി രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ച്, ബിഗ് ബാങ് തിയറിയൊക്കെ കുറിച്ചൊക്കെ നമ്മളേവരും പഠിച്ചിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോകം അവസാനിക്കുന്ന കാലത്ത് മനുഷ്യനുണ്ടെങ്കിലോ അതിനെക്കുറിച്ച് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നാണ് ആ ലോക അവസാനം? എന്തായാലും അക്കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ലോകാവസാനത്തെക്കുറിച്ച് പല ഋഷിമാരും ജ്യോതിശാസ്ത്രജ്ഞരുമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പ്രവചനം, അതാണ് ഇപ്പോൾ ഏറ്റവും അധികം സമൂഹ മാധ്യമത്തിൽ ചർച്ച ചെയ്യുന്നത്. 2060 ലോകം അവസാനിക്കുമെന്നാണ് സർ ഐസക് ന്യൂട്ടൻ പ്രവചിച്ചിരിക്കുന്നത്. ലോക അവസാനത്തെക്കുറിച്ച് ഈ മഹാനായ ശാസ്ത്രജ്ഞൻ തന്നെ നേരത്തെ കണക്കുകൾ വെച്ച് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചലനത്തിൻ്റെയും ഗുരുത്വാകർഷണത്തിൻ്റെയും നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഐസക് ന്യൂട്ടൻ തന്നെയാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതും നൂറ്റാണ്ടുകൾക്ക് മുൻപ്, 300 വർഷങ്ങൾക്ക് മുൻപ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 1704 ഈ പ്രവചനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ബൈബിൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൻ ഇങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് എത്തിച്ചേർന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉദയം മുതൽ 1260 വർഷം ലോകം അവസാനിക്കുമെന്നാണ് ന്യൂട്ടൻ കണ്ടെത്തിയത്. ന്യൂട്ടൻ്റെ പ്രവചനം അനുസരിച്ച് ഇനി കേവലം 35 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്. മഹാമാരികളും യുദ്ധവും ഒക്കെ തന്നെയാണ് ലോകാവസാനത്തിലേക്ക് വഴി തെളിയിക്കുന്നത്. ഇങ്ങനെയാണ് ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്നത്. യുദ്ധവും മഹാമാരിയും ലോകം നശിപ്പിച്ച ശേഷം യേശുവും വിശുദ്ധന്മാരും ഭൂമിയിലേക്ക് എത്തുമെന്നും 1000 വർഷത്തേക്ക് സമാധാന രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുമെന്നുമാണ് ന്യൂട്ടൻ എഴുതിയിരിക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകാവസാനത്തിന് തുടക്കം കുറിച്ചത് AD 800 അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനമുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണക്കനുസരിച്ച് 1260 കൂടി ചേർത്തപ്പോൾ 2060 എന്ന വർഷമാണ് ലഭിച്ചത്, ലോകത്തിൻ്റെ അവസാനം എന്ന രീതിയിൽ. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ന്യൂട്ടൻ തന്നെ കത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോക്കാലിപ്സിൻ്റെ ബൈബിളിനെ കുറിച്ചുള്ള ദർശനങ്ങളിൽ, പ്രത്യേകിച്ച് അർമഗദോൻ യുദ്ധത്തിൽ അദ്ദേഹം ഗാഠമായി തന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ബൈബിളിനെ കുറിച്ചുള്ള തൻ്റെ പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാനത്തെയും ബൈബിളിൻ്റെ ചരിത്രത്തിന് പിന്നാലെ ഉണ്ടായ സംഭവങ്ങളെയും ആസ്പദമാക്കി തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവചനത്തിലേക്ക് എത്താൻ ന്യൂട്ടനെ പ്രേരിപ്പിച്ചത്. വെളിപാടുകളുടെ പുസ്തകത്തിൽ ഭൂമിയിൽ 1000 വർഷം ഭരിക്കുന്ന ഒരു ആഗോള ദൈവരാജ്യം സ്ഥാപിക്കാൻ ക്രിസ്തുവും വിശുദ്ധന്മാരും ഇടപെടുമെന്ന് വിശദമാക്കുന്നു. ഈ സമയത്ത് ക്രിസ്തുമതത്തിൻ്റെ ദുഷിച്ച ശാഖകൾ തകരുമെന്നും സത്യമായ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കപ്പെടുമെന്ന് ന്യൂട്ടൻ വിശ്വസിച്ചു. വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ ഈ പ്രവചിക്കപ്പെട്ട യുദ്ധം വിവരിച്ചിരിക്കുകയാണ്. കൂടാതെ നന്മയുടെ ശക്തികളെ തിന്മയുടെ ശക്തികൾക്കെതിരെ മത്സരിപ്പിക്കുന്നതായും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ യുദ്ധം ലോകാവസാനത്തെ അടയാളപ്പെടുത്തുമെന്നും ദൈവം കൊണ്ടുവന്ന സമാധാനത്തിൻ്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നും വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു. ന്യൂട്ടൻ്റെ ഈ പ്രവചനങ്ങളടങ്ങിയ കത്ത് ജെറുസലേമിലെ ഹീബ്രു സർവകലാശാലയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ന്യൂട്ടൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് വളരെ കുറച്ച് വാർത്തകളെ പുറത്തു വരുന്നുള്ളൂ. ന്യൂട്ടൻ ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും തീയതികളും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രവചനത്തെ വ്യാഖ്യാനിക്കാനായി ശ്രമിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂട്ടനെ സംബന്ധിച്ച് ഈ കാലഘട്ടം, അതായത് 1260 വർഷങ്ങൾ, സഭയുടെ മോശം കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലോകാവസാനം എന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ന്യൂട്ടൻ ചരിത്രത്തിൽ അതീവമായി ആശ്രയിച്ചു. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുൻപ് ബൈബിൾ പ്രവചനം അനുസരിച്ച് ജൂതന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങുകയും അവരുടെ പ്രാർത്ഥനാലയം പുനർനിർമ്മിക്കുകയും ചെയ്യും. എന്നാൽ ലോകാവസാനം പ്രവചിക്കാനുള്ള ശ്രമം ന്യൂട്ടൻ നടത്തിയിട്ട് പോലും ന്യൂട്ടൻ്റെ പ്രവചന തീയതി നിർണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അപ്പോഴും ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. തെറ്റായ മനുഷ്യ പ്രവചനങ്ങളുടെ പരാജയം ബൈബിളിന് തന്നെ അപമാനം വരുത്തുമെന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ യുഗം 2060 അവസാനിക്കുമെന്ന സ്വന്തം പ്രവചനത്തെ പോലും ന്യൂട്ടൻ ചോദ്യം ചെയ്യുന്നു, ഒരു ഘട്ടത്തിൽ സംശയിക്കുന്നു. എന്നാൽ ന്യൂട്ടൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല, തത്വചിന്തകൻ മാത്രമായിരുന്നുവെന്നും ന്യൂട്ടൻ്റെ പ്രവചനത്തിന് ശാസ്ത്രീയമായ അടിത്തറയില്ല എന്നുമാണ് ആധുനിക കാലഘട്ടത്തിലെ ഒരു പറ്റം ഗവേഷകർ വിമർശിക്കുന്നത്. എന്നാൽ ന്യൂട്ടൻ്റെ കത്തിൽ കൃത്യമായി 2060 ലോകം അവസാനിക്കുമെന്ന് എവിടെയും എടുത്തു പറയുന്നില്ല. ചിലപ്പോൾ അത് കഴിഞ്ഞും സംഭവിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ലോകം അത്ര വേഗമൊന്നും തന്നെ അവസാനിക്കുമെന്ന് താൻ കരുതുന്നില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ ആളുകളെ ഭീതിയിൽ ആഴ്ത്തുന്നത് ഒട്ടും തന്നെ ശരിയല്ലെന്ന് ന്യൂട്ടൻ തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മതവും ശാസ്ത്രവും വിരുദ്ധ ചേരികളിലല്ലെന്നാണ് ന്യൂട്ടൻ്റെ അഭിപ്രായം. ജീവിതകാലത്ത് അത്രയും മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതേക്കുറിച്ച് ഗവേഷകം നടത്തിയിരുന്നു. ലോകം അവസാനിക്കുമ്പോഴും
കുടിയേറാനായി മറ്റൊരു ഗ്രഹമോ ബഹിരാകാശ നിലയമോ ഒക്കെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ മനുഷ്യൻ കണ്ടുപിടിച്ചേക്കും, പണി കഴിപ്പിച്ചേക്കുമെന്നാണ് പറയുന്നത്. സയൻസ് ഫിക്ഷനുകളും സിനിമകളും ഒക്കെ തന്നെ നമുക്ക് നൽകുന്ന പ്രതീക്ഷയും അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സുനിത വില്യംസിൻ്റെ മടക്കയാത്ര ഉൾപ്പെടെ അതിന് പ്രചോദനം തന്നെയാണ്. എന്നാൽ ആ കുടിയേറ്റത്തിന് എല്ലാ മനുഷ്യർക്കും അവസരം കിട്ടുമോ? അതാണ് ചോദ്യം. അതിനുള്ള അവസരം എല്ലാവർക്കും ലഭിക്കില്ലല്ലോ. നിരവധി ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളും അവശേഷിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും മറ്റും നമ്മെ നയിക്കുന്നത് ലോകാവസാനത്തിലേക്കാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മനുഷ്യൻ്റെ ഭാവി അനിശ്ചിതത്തിലാക്കും വിധത്തിലുള്ള അതിതീവ്ര കാലാവസ്ഥയായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ചെറിയ തോതിലുള്ള പൊട്ടിത്തെറികൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിഭീകരമായ ചൂടും കൊടും മഴയുമൊക്കെ അതിന് ഉദാഹരണമാണ്. ലോകം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്ന് കാർബണിൻ്റെ പുറന്തള്ളലാണ്. ഭാവിയിൽ ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പോലും ഭാവി തലമുറയെ കാത്തിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആഗോളതാപനം ഭാവിയിൽ വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2200 ആണ്ട് ആകുമ്പോഴേക്കും ഭൂമിയുടെ താപനില എന്നത് 12.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. കാർബൺ പുറന്തള്ളുന്നതിൻ്റെ അളവ് കുറഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ജർമ്മനിയിലെ പോട്സ്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇമ്പാക്ട് റിസർച്ചിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയത്. സാധാരണ വിളകൾക്ക് ശരിയായി വളരാൻ കഴിയാത്തത്ര ചൂട് ഇനി ഉണ്ടാകും. അങ്ങനെ വന്നാൽ മനുഷ്യൻ എന്ത് ഭക്ഷിക്കും? ഇത് ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും പട്ടിണിക്കും കാരണമാകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം മഞ്ഞുരുകുന്നത് മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ ഫലമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാരണം തീരദേശ നഗരങ്ങളിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായ ആളുകൾ മുന്നോട്ട് പോകേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, കാട്ടുതീ, ഉഷ്ണമേഖല, കൊടുങ്കാറ്റുകൾ, വെള്ളപ്പൊക്കം തുടങ്ങി തീവ്രമായ പല സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് താപനില അപകടകരമാകുന്ന വിധത്തിൽ ഉയരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യത്തിന് ഭീഷണിയാക്കും. കാർബൺ പുറന്തള്ളുന്നതിൻ്റെ അളവ് വൻതോതിൽ കുറയ്ക്കുന്നതാണ് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുതൽ നടപടിയെന്നാണ് പറയുന്നത്. താപനില വൻതോതിൽ ഉയരാനുള്ള സാധ്യത എല്ലാവരും വളരെ ഗൗരവമായി തന്നെ കണക്കിലെടുക്കണമെന്നാണ് പറയേണ്ടത്. കൽക്കരിയുടെയും പ്രകൃതി വാതകത്തിൻ്റെയും അമിതമായ ഉപയോഗം കാർബൺ ഡയോക്സൈഡും മീഥെയിനും എല്ലാം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമായി പറയപ്പെടുന്നു. പഠനത്തിന് വേണ്ടി ഭാവിയിലെ ആഗോളതാപന സാഹചര്യങ്ങൾ അനുകരിക്കാൻ ഇപ്പോൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തെയാണ് ആശ്രയിക്കുന്നത്. സുപ്രധാന ഭൗതിക, ജൈവ, രാസ പ്രക്രിയകളെ ഏകോപിപ്പിച്ച് പഠനം നടത്താൻ ഇത് ഏറെ സഹായകരമായി മാറും. ഇതുവരെയുള്ള മിക്ക കാലാവസ്ഥാ പഠനങ്ങളും ഭാവിയിൽ 2300 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവചിക്കാൻ കഴിയൂ. ഇവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥയിലെ മാറ്റം മറ്റൊന്നിന് ആക്കം കൂട്ടുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഉദാഹരണമായി മഴക്കാലത്ത് പുല്ലുകൾ വൻതോതിൽ വളരും. പിന്നീട് വേനൽക്കാലത്ത് അവയൊക്കെ തന്നെ കരിഞ്ഞ് ഉണങ്ങി കാട്ടുതീ പടരാനായി കാരണമാകും. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.